രാവിലെ തന്നെ ജിൻഡോയും ജാസ്മിനുമായിട്ട് പൊരിഞ്ഞ അടി നടക്കുകയാണ്. പൊരിഞ്ഞ അടി കാര്യമൊന്നുമില്ല, ചെറിയ ചെറിയ നിസാര കാര്യത്തിനാണ് ഈ അടി ഉണ്ടാകുന്നത്. അപ്പം ജാസ്മിൻ്റെ ഒരു ഡയലോഗുണ്ട്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോകാനും പാടില്ല. എന്നിട്ട് ജാസ്മിൻ നെളിഞ്ഞൊരു നിപ്പുണ്ട്, ഭയങ്കര ഡയലോഗ് പറഞ്ഞ പോലെ. അപ്പം ജിൻഡോയുടെ മറുപടി, ഞാൻ കക്ഷത്തിലുള്ളത് വടിച്ചു കളഞ്ഞു എന്ന്. അപ്പോഴാണ് ഈ മനുഷ്യനെ കൊണ്ട് തോറ്റി അല്ലേ. അപ്പോഴാണ് ജാസ്മിൻ്റെയും റസ്മിൻ്റെ ഒരു പ്രകടനമുണ്ട്. കണ്ടോ പെണ്ണുങ്ങളെ നോക്കി വൃത്തികേട് പറയുന്നത്, ഈ മനുഷ്യൻ അല്ലെങ്കിലും വൃത്തികെട്ടവനാ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഡയലോഗ് പറഞ്ഞപ്പം ജിൻഡോ പറയുന്നത്, എനിക്ക് സത്യമല്ലേ പറയാൻ പറ്റൂ, എൻ്റെ കക്ഷത്തിലുള്ള സാധനമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ കക്ഷത്തിലുള്ളത് ഞാൻ വടിച്ചു കളഞ്ഞു എന്നാണ് പറഞ്ഞത് എന്ന് പറയുന്ന ഒരു ജിൻഡോ. അപ്പോൾ അവിടെ ഈ ജാസ്മിൻ്റെ ഉത്തരം മുട്ടിപ്പോയി. സത്യസന്ധമായ കാര്യമാണ് ജിൻഡോ പറയുന്നതാണ് ജിൻഡോ വീണ്ടും സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മനുഷ്യനോട് എന്ത് പറയാനാണ് അല്ലേ. അതാണ് നമ്മളെ ചിരിപ്പിച്ച് കൊന്നുകളയും എന്നാണ് ഉള്ളതാണ് ജിൻഡോയുടെ ഒരു പ്രത്യേകത. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഈ ലൈവിലൊക്കെ ഇത് ലൈവ് കാണണമെങ്കിൽ ജിൻഡോ ഇല്ലെങ്കിൽ ഒരു രസവും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ രാവിലത്തെ മഴക്കിനുള്ള കാരണം ടിഷ്യൂ പേപ്പർ മുഖമൊക്കെ തുടച്ചതിന് ശേഷം അങ്ങും ഇങ്ങുമൊക്കെ ഇടുക, അത് ജാസ്മിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അത് ഫ്രീദു വന്ന്, ജാസ്മിനാണെന്ന് പറഞ്ഞില്ല, ബെഡിലൊക്കെ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ അഴുക്കായ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു, അത് എടുത്ത് കളയണമെന്ന് പറയുന്നു. അവസാനം ക്യാപ്റ്റനായ ജിൻഡോ അവളെല്ലാം തിരഞ്ഞതിന് ശേഷം അത് ജാസ്മിനാണെന്ന് കണ്ടുപിടിക്കുന്നു. ജാസ്മിൻ അത് നിഷേധിക്കുന്നില്ല, അത് പോയി എടുത്തു കളയാൻ ജിൻഡോ ആവശ്യപ്പെടുന്നു. ജിൻഡോ പറഞ്ഞതുകൊണ്ടാകാം ജാസ്മിൻ അത് അനുസരിക്കാൻ തയ്യാറായില്ല. കാലിന്മേൽ കാല് കയറ്റി വെച്ച് നമ്മുടെ ബെഡേലല്ല സോഫയിൽ കാല് വെച്ച് ജാസ്മിൻ ഇരിക്കുകയാണ്. അപ്പം ജിൻഡോ അടുത്ത വെടി പൊട്ടിച്ചു. ബിഗ് ബോസിനോട് ഇവക്കൊരു ചെരുപ്പ് കൊടുക്കണം, കാരണം ചെരുപ്പില്ലാതാണ് ഇവൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വരുന്നത്. എന്നിട്ട് ആ കാല് വെച്ചാണ് ഈ സോഫയിലൊക്കെ കയറിയിരിക്കുന്നത്. ഇച്ചിരി കഴിയുമ്പോൾ ഇവൾ എണ്ണിച്ച് പോയി കഴിയുമ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും അവിടെ ഇരിക്കുന്നത്, ഹൈജീനിൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വീണ്ടും ബിഗ് ബോസിനോട് ഉന്നയിക്കുന്നു. അതുകൊണ്ട് ബിഗ് ബോസ് ദയവ് ചെയ്തൊരു ചെരുപ്പ് ഇവക്ക് കൊടുക്കണം. പിന്നെ അതേ പിടിച്ചായി ബഹളം. ഉടനെ തന്നെ നമ്മുടെ റസ്മിനും ഗബ്രിയൊക്കെ പാല് പോലെ കിടക്കുകയല്ലേ, ഇങ്ങനെ കയറി വന്നു. അപ്പം ജിൻഡോയുടെ ഗബ്രിയോടുള്ള ഒരു മറുപടി, അതേ വാല് വന്നല്ലോ, ഇനി വാല് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പം ഗബ്രി, സത്യം പറഞ്ഞാൽ ഗബ്രിക്ക് യാതൊരു കാര്യമില്ല. ഗബ്രിയുടെ സ്ഥിരം ഒരു ഡയലോഗുണ്ട്, മണ്ടൻ, ബിഗ് ബോസ് ഇന്നലെ വാൺ ചെയ്ത മണ്ടൻ എന്നൊക്കെയുള്ള രീതിയിലാണ് പിന്നെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജിൻഡോ ഒരു ടിഷ്യൂ പേപ്പർ മേടിച്ചിട്ട് മുഖം മൊത്തം അങ്ങ് തുടച്ചിട്ട് പറയുവാണ്, മൊത്തം തുപ്പല, ഈ തുപ്പൽ മൊത്തം എന്നെ തെറിക്കുകയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ വഴക്കിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ട് നമുക്ക് ചിരിയാ സത്യം പറഞ്ഞാൽ തോന്നുന്നത്. അങ്ങനെയുള്ള ചില ഡയലോഗുണ്ട്. അതുപോലെ തന്നെ ജാസ്മിൻ അടുത്തോട്ട് കയറി വരുമ്പോഴത്തേന് ജാസ്മിനോട് എൻ്റെ അടുത്തോട്ട് വരരുത് എന്ന് ജിൻഡോ പറയുമ്പോൾ ജാസ്മിൻ ചോദിക്കുന്നു, എന്താ എൻ്റെ അടുത്തോട്ട് വന്നാൽ എന്നെ വാടയുണ്ടോ എന്ന് ചോദിക്കും. വാടയുണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞത്, നീ 2-3 ദിവസം ചെല്ലുമ്പോഴല്ലേ കുളിക്കത്തുള്ളൂ. ഇത് ജാസ്മിൻ തന്നെയാണ് ജിൻഡോയ്ക്കിട്ട് ഇത് കൊടുത്തത്. കാരണം 2 ദിവസം കൂടുമ്പോൾ മാത്രമേ ഞാൻ കുളിക്കാറുള്ളൂ എന്ന് ജാസ്മിൻ തന്നെയാണ് പറഞ്ഞത്. അത് ജിൻഡോ അത് പോയിൻ്റാക്കി എടുത്ത് അവിടെ അടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനെപ്പോഴും പറയുന്നത്, ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിക്ക് ഭയങ്കര മാസ് ഡയലോഗോ വാക്കുകൾ അടുക്കി വെച്ച് ഈ കാവ്യാത്മകമായി പ്രസൻറ്റ് ചെയ്യാനൊന്നുള്ള ഇതൊന്നുമില്ല. അതുപോലെ അങ്ങ് വ്യക്തമായി ഡയലോഗ് പ്രസൻറ്റേഷൻ ഇടിച്ചു കയറാനുള്ള ശക്തിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ചില പോയിന്റുകൾ, ചില തമാശകളൊക്കെ കുറിക്കുകൊള്ളും, നെഞ്ചത്ത് തന്നെ തറയ്ക്കും എന്നുള്ളതാണ്. ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ ഇപ്പം ജിൻഡോയോട് കളിക്കുന്നത് എന്ന് പറയുന്നത് കൊച്ചു വടി കൊടുത്ത് വലിയ അടി മേടിക്കുന്നതിന് തുല്യമാണ്.